നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹണിമൂണിനിടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതിയായ സോനം രഘുവംശി പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോനം കുറ്റം സമ്മതിച്ചത്. കാമുകനായ രാജ് കുശ്വാഹയ്ക്കൊപ്പം ചേർന്ന് ഭർത്താവ് രാജ രഘുവംശി കൊലപ്പെടുത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തതിലും തനിക്ക് പങ്കുണ്ടെന്നും യുവതി പോലീസിനോട് സമ്മതിച്ചു. ഇൻഡോർ സ്വദേശിയായ രാജ രഘുവംശി മേഘാലയയിൽ വച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഭാര്യ സോനം രഘുവംശിയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൃത്യം നടത്തിയ ശേഷം മുങ്ങിയ യുവതിയെ ഉത്തർപ്രദേശിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. എന്നാൽ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നില്ല. കവർച്ചാ ശ്രമത്തിനിടെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭർത്താവ് കൊല്ലപ്പെട്ടതെന്നായിരുന്നു യുവതിയുടെ ആദ്യ മൊഴി. തുടർന്ന് യുവതി ഷിലോങ്ങിൽ എത്തിച്ചുവെങ്കിലും ഉത്തർപ്രദേശിലെ ഗാസിംഗ്പൂരിൽ നിന്ന് ഷിലോങ് വരെയുള്ള 27 മണിക്കൂർ നീണ്ട യാത്രക്കിടെ ഒരക്ഷരം പോലും യുവതി മിണ്ടിയില്ല. പിന്നീട് മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിലും കവർച്ചാ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണെന്നാണ് പ്രതി ആവർത്തിച്ചത്. പക്ഷേ പോലീസ് സംഘം തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്യൽ തുടർന്നതോടെ സോനത്തിന് പിടിച്ചു നിൽക്കാനായില്ല. തുടർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവിനെ കൊലപ്പെടുത്തിയത് ഏറ്റുപറയുകയായിരുന്നു. രാജ രഘുവംശിയുടെ തിരോധാനത്തിലും മരണത്തിലും ഭാര്യ സോനം രഘുവംശിക്ക് പങ്കുണ്ടെന്ന സംശയത്തിന് കാരണമായത് സോഹ്രയിലെ ഹോം സ്റ്റേയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ താലിമാലയാണ്. ദമ്പതിമാരെ കാണാനില്ലെന്ന് പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് സോഹ്രയിലെ ഹോം സ്റ്റേയിൽ പരിശോധന നടത്തിയത്. സോഹ്രയിലെ ഹോം സ്റ്റേയിൽ അവർക്ക് മുറി ലഭിച്ചിരുന്നില്ല. എന്നാൽ സോനം തന്റെ താലിമാലയടങ്ങിയ പെട്ടി അവിടെ താൽക്കാലികമായി സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരുന്നു. നോൻഗരിയാത്തിലെ ഹോം സ്റ്റേയിൽ മുറി ലഭിച്ചിട്ടും സഹ്റയിലെ ഹോം സ്റ്റേയിൽ നിന്ന് താലിമാല അടങ്ങിയ പെട്ടി എടുക്കാതിരുന്നത് സംശയത്തിന് കാരണമായി. മെയ് 11-നാണ് സോനുവും രാജയും വിവാഹിതരായത്. ഇൻഡോറിൽ വെച്ച് ഗംഭീരമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം രണ്ടുപേരും ഒരു മധുവിധി യാത്രയ്ക്ക് പദ്ധതിയിട്ടു. കാശ്മീരിൽ പോകാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പിന്നീട് യാത്രാ പദ്ധതി മേഘാലയയിലേക്ക് മാറ്റി. അങ്ങനെ മെയ് 20-ന് ഇരുവരും ഇൻഡോറിൽ നിന്ന് ബംഗളൂരു വഴി ഗുവാഹട്ടിയിലെത്തി കാമാഖ്യ ക്ഷേത്രം ഉൾപ്പെടെ സന്ദർശിച്ചു. തുടർന്ന് 21-ന് വൈകിട്ട് 6-ഓടെ മേഘാലയയുടെ തലസ്ഥാനമായ ഷിലോങ്ങിലെത്തി. അവിടെ ബാലാജി ഗസ്റ്റ് ഹൌസിൽ അന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഇരുവരും കീറ്റ് റോഡിലൂടെ ഒരു സ്കൂട്ടറിൽ വാടകയ്ക്കെടുക്ക് ഇവിടേക്ക് കറങ്ങുവാൻ തീരുമാനിച്ചു. 3 ദിവസത്തിനു ശേഷം തിരിച്ചെത്തുമെന്നും ആവശ്യമെങ്കിൽ വിളിക്കാമെന്നും ഗസ്റ്റ് ഹൌസ് മാനേജറെ അറിയിച്ച് ഇരുവരും നേരെ ചിറാപുഞ്ചിയിലേക്ക് തിരിച്ചു. പാർക്കിംഗ് സ്ഥലത്ത് സ്കൂട്ടർ വെച്ച് ട്രക്കിങ്ങിന് പോയി ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു. പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡും കൂടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്ന് മടങ്ങിയ ദമ്പതിമാർ മൗലഖിയാത്യത്തിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഗൈഡ് കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നാലെ ഇരുവരെയും കാണാതായതായി വാർത്ത പരന്നു. കാണാതാവുന്നതിന് മുൻപ് സോനം രാജയുടെ അമ്മയെ വിളിച്ച് യാത്രാ വിവരങ്ങളൊക്കെ അറിയിച്ചിരുന്നു. പിന്നീട് രണ്ടുപേരുടെയും ഫോണുകൾ ലഭ്യമല്ലാതായി. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തിരഞ്ഞുവെങ്കിലും കണ്ടെത്താനായില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് ഈസ്റ്റ് ഖാസി ഗ്രാമത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. എന്നാൽ താക്കോൽ ഈ വാഹനത്തിൽ തന്നെ ഘടിപ്പിച്ച നിലയിലായിരുന്നു. ഇത് സംശയത്തിനിടയാക്കി. കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് സോനത്തിനും രാജയ്ക്കുമായുള്ള തിരച്ചിൽ ആരംഭിച്ചു. ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിൽ രാജയുടെ മൃതദേഹം ഒരു വെള്ളച്ചാട്ടത്തിനടിയിലുള്ള മലയിടുക്കിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഭാര്യയ്ക്കുള്ള അന്വേഷണത്തിലായി പോലീസ്. സോനു കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് അന്വേഷണം നീണ്ടത്. പക്ഷേ ഇതിനിടെ സോനത്തിനൊപ്പം 3 പുരുഷന്മാരെ കണ്ടുവെന്ന ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴി പോലീസിന് സംശയമുണ്ടാക്കി. രാജ് കുശ്വാഹ എന്ന യുവാവുമായുള്ള ബന്ധം തുടരുന്നതിനായി ഭർത്താവിനെ കൊലപ്പെടുത്താനായിരുന്നു സോനം പദ്ധതിയിട്ടത്. കൂടാതെ നരപൂജയും ഇതിലൂടെ പദ്ധതിയിടുകയായിരുന്നു. തുടർന്നായിരുന്നു സോനം കാമുകനുമായിട്ടുള്ള ജീവിതം ആഗ്രഹിച്ചത്. ഇതിനായി രാജ് കുശ്വാഹയെ മേഘാലയയിലേക്ക് വിളിച്ചു വരുത്തി. പദ്ധതി വിജയകരമാക്കാൻ വിശാൽ ചൗഹാൻ, അനന്ത് കുമാർ, ആകാശ് രജ്പുത് എന്നിവരെ രാജ് വാടകയ്ക്കെടുത്തു. തങ്ങളുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊലയാളികൾക്ക് നൽകിയത് സോനമായിരുന്നു. രാജയുടെ കൊലപാതകത്തിൽ സോനം കുറ്റസമ്മതം നടത്തിയതായാണ് പോലീസ് പറയുന്നത്. മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോനം കുറ്റം സമ്മതിച്ചത്. കൃത്യം നടത്തിയ ശേഷം മുങ്ങിയ യുവതിയെ ഉത്തർപ്രദേശിൽ നിന്നാണ് പിന്നീട് പോലീസ് പിടികൂടുന്നത്. എന്നാൽ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നില്ല. കവർച്ചാ ശ്രമത്തിനിടെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭർത്താവ് കൊല്ലപ്പെട്ടതെന്നായിരുന്നു ഈ യുവതിയുടെ ആദ്യ മൊഴി. തുടർന്ന് യുവതിയെ ഷിലോങ്ങിൽ എത്തിച്ചുവെങ്കിലും ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ നിന്ന് ഷിലോങ് വരെയുള്ള 27 മണിക്കൂർ നീണ്ട യാത്രയ്ക്കിടെ ഒരക്ഷരം പോലും യുവതി മിണ്ടിയില്ല. പിന്നീടാണ് മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിൽ കവർച്ചാ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണെന്ന് പ്രതി ആവർത്തിച്ചത്. പക്ഷേ തെളിവുകൾ പോലീസ് നിരത്തിയതോടെ ഈ ചോദ്യം ചെയ്യൽ തുടർന്നതോടെയും സോനത്തിന് പിടിച്ചു നിൽക്കാനായില്ല. തുടർന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്ന് ഏറ്റുപറഞ്ഞത്. ഇതിനിടെ സോനും കാമുകനായ രാജ് കുശ്വാഹയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് സോനത്തിന്റെ വീട്ടുകാർക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നാണ് രാജ രഘുവംശിയുടെ ബന്ധുക്കൾ ആരോപിച്ചത്. താല്പര്യമില്ലാതെയാണ് സോനം രാജ രഘുവംശിക്ക് വിവാഹം കഴിച്ചതെന്നും രാജയുടെ സഹോദരനായ വിപിൻ രഘുവംശി ആരോപിച്ചു. സ്ഥാപനത്തിലെ ജീവനക്കാരനായ രാജ് കുശ്വാഹയുമായുള്ള പ്രണയത്തെക്കുറിച്ച് സോനം അമ്മയോട് പറഞ്ഞിരുന്നു. രാജ രഘുവംശി വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ലെന്നും പറഞ്ഞു. എന്നാൽ അമ്മ മകളുടെ പ്രണയത്തെ അംഗീകരിച്ചില്ല.
രാജ രഘുവംശി വിവാഹം കഴിക്കാനും നിർബന്ധിച്ചു. ഒടുവിൽ സോനം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയെങ്കിലും വിവാഹത്തിന് മുൻപ് അമ്മയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഞാൻ അയാളോട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കാണുമെന്നും എല്ലാവരും അനുഭവിക്കുമെന്നുമായിരുന്നു സോനത്തിന്റെ ഭീഷണി. എന്നാൽ ആ ഭീഷണി രാജ രഘുവംശിയെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണിയാണെന്ന് കരുതിയില്ലെന്നും വിപിൻ രഘുവംശി പ്രതികരിച്ചു. കൊലയാളികൾക്ക് സോനം 20 ലക്ഷം രൂപ നൽകിയതായാണ് പോലീസ് പറയുന്നത്. കൊലപാതകം നടക്കുമ്പോൾ ഭർത്താവിന്റെ പേഴ്സിൽ നിന്നാണ് ആദ്യ ഗഡുവായ 15,000 രൂപ സോനം കൊലയാളികൾക്ക് കൈമാറിയത്. മോഷ്ടാക്കൾ ആക്രമിച്ച് ഭർത്താവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സോനം ആദ്യം പോലീസിനെ അറിയിച്ചിരുന്നത്. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് ഭാര്യ വാടക കൊലയാളികളുടെ സഹായത്തോടെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കണ്ടെത്തിയത്. സംഭവം മധ്യപ്രദേശിലും മേഘാലയയിലും ചർച്ചയാവുകയും മുഖ്യമന്ത്രിമാർ ഇടപെടുകയും ചെയ്തിരുന്നു. സോനമാണ് കൊലപാതകത്തിലെ മുഖ്യ സൂത്രധാര എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. യുവതി ഫോണിലൂടെ താനും ഭർത്താവ് നൽകുന്ന ലൈവ് ലൊക്കേഷൻ കൊലയാളികൾക്ക് അയച്ചു നൽകിയതായും പോലീസ് പറയുന്നുണ്ട്. കൊലപാതകം നടന്ന സ്ഥലം എത്തുന്നതിന് തൊട്ടു മുൻപ് സോനം അവശത അഭിനയിച്ചു. ഈ ഘട്ടത്തിൽ കൊലയാളികൾ അങ്ങോട്ടേക്ക് എത്തി രാജ രഘുവംശിയുടെ പിന്നിൽ അണിനിരന്നു. ആളൊഴിഞ്ഞ സ്ഥലം എത്തിയപ്പോൾ കൊലപാതകം നടത്തുകയും ചെയ്തതായി പോലീസ് പറയുന്നു. കൊല്ലപ്പെട്ട രാജയുടെ കുടുംബം സോനത്തിന്റെ കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. വിവാഹത്തിന് മുൻപ് സോനം വീട്ടുകാരെ പ്രണയം അറിയിച്ചിരുന്നു. രാജയെ വിവാഹം കഴിക്കുവാൻ നിർബന്ധിച്ചപ്പോൾ ദുരന്തമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും രാജ രഘുവംശിയുടെ സഹോദരൻ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.